എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. അതുനിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രബോധകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥവും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തിരം അറിയായി വരുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവനുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വളരെ മനോഹരമായ ഒരു അധ്യായമാണ് നമ്മളിവിടെ വായിച്ചത്. പ്രധാനമായി പൗലോസ് 2 ചിന്തകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയ ഒരു മർമ്മം. ആ മർമ്മം നിമിത്തമുണ്ടാകുന്ന ഉപദ്രവം, ആ ഉപദ്രവത്തിൽ സഭ അധൈര്യപ്പെട്ടു പോകരുത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പൗലോസ് ദൈവസഭ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുന്ന രീതിയിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടണം എന്നും പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഇനിയുള്ള സമയങ്ങളിൽ ചിന്തിക്കാം. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത് പൗലോസിനൊരു മർമ്മം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ 2-ാം അധ്യായത്തിൽ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരുന്നു. ആ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലുമായി തെറ്റിക്കടന്ന ഉടമ്പടി പരിശുദ്ധാത്മാവിനെ അയച്ചതിലൂടെ ക്രിസ്തുയേശുവിൽ കൂടെ പാപം ക്ഷമിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ച് ഇസ്രായേലുമായിട്ട് ദൈവം ആ ഉടമ്പടി പുനഃസ്ഥാപിച്ചു. എന്നാൽ ആ ഉടമ്പടി മാനസാന്തരപ്പെട്ട് വന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാർക്ക് മാത്രമായിട്ട് ഉള്ളതായിരുന്നില്ല. ആ ഉടമ്പടി പുതുക്കലിൽ ദൈവം അന്യജാതിക്കാരെയും കൂടെ ഉൾപ്പെടുത്തി. ജാതികളും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. ജാതികളും ഇപ്പോൾ ദൈവരാജ്യത്തിൽ പൗരത്വം ഉള്ളവരാണ്. ജാതികളും ഇപ്പോൾ ദൈവാലയത്തിൽ ക്രിസ്തുവിൽ
വസിക്കുന്നവരാണ്. ജാതികളും ഇപ്പോൾ ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ട കൊച്ചു കൊച്ചു ദൈവാലയങ്ങളാണ് എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ് എന്ന് മാത്രമല്ല, ജാതികളും ദൈവത്തിൻ്റെ ഇവിടെ പറയുന്നത് ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആണ്. ഇപ്പോൾ ജാതികളും ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവയവങ്ങളായി തീർന്നിരിക്കുകയാണ്. അവരും ഇപ്പോൾ എന്താണ്? ദൈവിക വാഗ്ദത്തത്തിൽ പങ്കാളികൾ ആണ്. അപ്പോൾ പൗലോസ് ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവുമായി ബന്ധം തെറ്റിക്കിടന്ന ഇസ്രായേലിൻ്റെ ബന്ധം ദൈവം നിരപ്പിച്ചു. എന്നാൽ അന്യജാതിക്കാരും ആരെങ്കിലും മാനസാന്തരപ്പെട്ടു വരുന്നെങ്കിൽ അവരുടെയും ദൈവവുമായി തെറ്റിക്കിടന്ന ബന്ധത്തെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നിരപ്പാക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ബാക്കിയുള്ള എല്ലാ ജാതികളും ആദാമ്യ സന്തതികളാണ്. എല്ലാവരും മാനവരാശിയിൽപ്പെട്ടവരാണ്. ആദം ഹവ്വ ആ ദമ്പതികൾ ഒരു മാതൃകാ ദമ്പതികളായിട്ടാണ് വേദപുസ്തകം അവരെ കാണിക്കുന്നത്. അവർ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയി. ദൈവം അവരെ ദൈവത്തിൻ്റെ ആ തോട്ടത്തിൽ നിന്ന് പ്രവാസത്തിലേക്ക് അയച്ചു. ദൈവം അവരെ ശപിച്ചു. അവരിലേക്ക് മരണം കടന്നു വന്നു. ഇതിന് പാരലലായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇസ്രായേലിൻ്റെ സ്റ്റോറിയും. അവർക്ക് ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അവർ പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം അവൻ്റെ സാന്നിധ്യം അവരുടെ ആലയത്തിൽ നിന്ന് എടുത്തു മാറ്റി. അവരെ പ്രവാസത്തിലേക്ക് അയച്ചു. അവർ ശാപത്തിന് കീഴിലായി. ഇസ്രായേലിൻ്റെ ശാപം എന്ന് പറയുന്നത് ആ ദൈവ സാന്നിധ്യം ഒഴിവായി അവർ പ്രവാസത്തിലേക്ക് പോയതാണ്. അവർ തിരിച്ചു മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹത്തിൽ അവർ പങ്കാളികളാണ്. എന്നാൽ മാനവരാശിയുടെ മുഴുവൻ ശാപം എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും മരണത്തിന് അധീനപ്പെട്ടിരിക്കുന്നു. ആ മരണത്തിൽ നിന്ന് ആർക്ക് മനുഷ്യരെ രക്ഷിക്കാനായിട്ട് സാധിക്കും? മരണത്തെയും കഷ്ടതയെയും സഹിച്ച് തരണം ചെയ്ത് അതിനെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ മരണത്തിന് മുകളിൽ ഒരു വിജയം മനുഷ്യർക്ക് തരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരുടെയും പ്രതിനിധിയായി നിൽക്കുന്നതിലൂടെ തെറ്റിക്കിടന്ന ആ ആദാമ്യ ഉടമ്പടിയും കൂടെ കർത്താവ് അവിടെ റെക്ടിഫൈ ചെയ്യണം. മറ്റ് അന്യജാതിക്കാരുടെ എല്ലാവരുടെയും പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുന്നു. അവരുടെ ശാപവും അവരുടെ മരണവും കർത്താവിനോടൊപ്പം അവരായിരിക്കുന്നതുകൊണ്ട് മാറിപ്പോകുന്നു. അവരുടെ മേൽ പിന്നെ ദൈവിക അനുഗ്രഹമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുന്നു. അവരും ഇപ്പോൾ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളാണ്, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവയവങ്ങളാണ്. ഈ മർമ്മം പൗലോസ് പ്രസംഗിക്കുമ്പോൾ ഈ അന്യജാതിയിൽ നിന്ന് വന്ന ആളുകളൊക്കെ പരിച്ഛേദന ഏൽക്കണം. അവർ യഹൂദന്മാർക്ക് ശുദ്ധീകരിക്കപ്പെട്ട ആഹാരങ്ങൾ മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. അവർ ശബത്ത് ആചരിക്കണം. അവർ യഹൂദന്മാരുടെ ആലയത്തിലെ ആരാധനകളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ അന്യജാതിക്കാരെ യഹൂദ മതത്തിലേക്ക് ചേർത്തിട്ട് അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള രീതിയിലാക്കി തീർക്കാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പരിച്ഛേദനയുടെ അർത്ഥം ഈ പുതിയ നിയമത്തിൽ ദൈവം മാറ്റിയിരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് ഒരാളുടെ അകത്തോട്ട് വരുമ്പോൾ അവൻ്റെ ഹൃദയം തന്നെ പരിച്ഛേദന ഏൽക്കുകയാണ്. ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം പരിച്ഛേദന ചെയ്തു എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഈ ആത്മീയ പരിച്ഛേദനയെക്കുറിച്ച്, ആത്മാവിനാലുള്ള പരിച്ഛേദനയെക്കുറിച്ച്, ഹൃദയ പരിച്ഛേദനയെക്കുറിച്ച് പഴയ നിയമത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ മോശെ പറയുന്നുണ്ട്, 30-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യും.
നിങ്ങൾ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതിനും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതിനും ദൈവവുമായുള്ള വിശുദ്ധിയിൽ നിങ്ങൾ ജീവിക്കേണ്ടതിനും ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യും. ആ ഹൃദയങ്ങളുടെ പരിച്ഛേദന അന്ന് വരെയും വെളിപ്പെട്ടില്ല. പൗലോസ് പറഞ്ഞല്ലോ, ഈ മർമ്മം ആർക്കും അറിയില്ലായിരുന്നു. എന്നുവെച്ചാൽ അന്യജാതിക്കാരുടെ ഇടയിലേക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വ്യാപരിക്കുമെന്നും സുവിശേഷം മുഖാന്തരം അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമെന്നും പാപക്ഷമ പ്രാപിക്കുമെന്നും അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുമെന്നും ദൈവസഭയുടെ അംഗങ്ങളായി തീരുമെന്നും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അവർക്കും ഈ ഹൃദയ പരിശോധന ലഭിക്കും, അവർക്ക് ഇങ്ങനെ ഒരു പരിശോധന ലഭിക്കും എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ദൈവം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തി കൊടുത്തു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഈ സംഗതി ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പത്രോസ് ചെന്ന് സുവിശേഷം പ്രസംഗിച്ചതേ ഉള്ളൂ. വിശ്വസിച്ച അന്യജാതിക്കാരായ ദൈവഭക്തരായ ആ മനുഷ്യരുടെ ഹൃദയങ്ങളിലെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വന്നു. അവർ മാനസാന്തരപ്പെട്ടു. അവരുടെ ഉള്ളിലേക്ക് വിശ്വാസത്താൽ ശുദ്ധീകരിച്ചിട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അവരെ ദൈവം പരിച്ഛേദന ഏറ്റ പത്രോസിനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും തുല്യരായി കണ്ടു. അവരോട് പിന്നെ പരിച്ഛേദന ഏൽക്കാൻ പത്രോസ് പറയുന്നില്ല. അവരോട് പിന്നെ യഹൂദ മതത്തിൽ ചേരാൻ പത്രോസ് പറയുന്നില്ല. കാരണം അതിനേക്കാളും വലിയ പരിച്ഛേദന അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടില്ലേ? ഇതിനേക്കാളും വലുതെന്താണുള്ളത്? അവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു. ദൈവം അവരുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു. പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയത്തെ ദൈവം പരിച്ഛേദന ചെയ്തിരിക്കുകയാണ്. ഹൃദയ പരിച്ഛേദനയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആത്മാവിനാലുള്ളൊരു പരിച്ഛേദനയാണ് യഥാർത്ഥ പരിച്ഛേദന, പുറമേയുള്ള പരിച്ഛേദനയല്ല യഥാർത്ഥ പരിച്ഛേദന. ആ പരിച്ഛേദനയെക്കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. ആ പരിച്ഛേദന പ്രാപിച്ച ഒരു വ്യക്തി അന്യജാതിയിൽ നിന്ന് വന്നവനാണെങ്കിലും പിന്നെ അവന് വേറെ ഒരു പരിച്ഛേദന, ഒരു ചെറിയ പരിച്ഛേദന ശരീരത്തിൽ ഏൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവന് ശബത്ത് നാൾ അവരെ ആചരിക്കുന്ന മാതിരി ആചരിക്കുകയും ആ ആലയത്തിലേക്ക് പോവുകയും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ദൈവം പുതിയൊരു സഭ, പുതിയൊരു ആലയം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അതിൻ്റെ അടിസ്ഥാനമാണ്. അവരുടെ ഉപദേശം അതിൻ്റെ അടിസ്ഥാനമാണ്. കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ മൂലക്കല്ലാണ്. ഇവരെല്ലാവരും ഒരു ആലയം പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി ദൈവത്താൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്നത് ഇപ്പോൾ ഒരു മനുഷ്യൻ കൈകൊണ്ട് നിർമ്മിച്ച ആലയത്തിലല്ല, മനുഷ്യരാകുന്ന ആലയങ്ങളിലാണ്. മനുഷ്യരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി വരുന്ന ആ ഒരു കൂട്ടായ്മയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വസിക്കുന്നത്. യെശയ്യാവ് പറഞ്ഞ മാതിരി ദൈവം ഈ കല്ലും മണ്ണും കൊണ്ടുള്ള ആലയത്തിൽ വസിക്കുമോ? മനുഷ്യരുടെ കൈപ്പണിയായ ആലയത്തിൽ വസിക്കുമോ? സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. നമ്മൾ അവന് പണിയുന്ന ആലയം ഏത് വിധം? നമുക്ക് അവൻ്റെ ആലയങ്ങളാകാനേ സാധിക്കുള്ളൂ. നമുക്ക് അവനൊരു ആലയം പണിയാനായിട്ട് സാധിക്കില്ല. ശലോമോൻ ആലയം പണിതുകൊണ്ടിരുന്നപ്പോഴും ശലോമോൻ പറഞ്ഞ എന്താണ്? ദൈവമേ, ഞാനിങ്ങനെ പണിതൊക്കെ ശരിയാണ്, പക്ഷെ നീ സ്വർഗങ്ങൾക്ക് മീതെ ഇരിക്കുന്നവനാണ്. നിന്റെ ഈ സാന്നിധ്യം, ഇത്രയും മഹത്തായ സാന്നിധ്യം, ഇത്രയും വലിപ്പമുള്ള സാന്നിധ്യം എങ്ങനെ ഈ ആലയത്തിലേക്ക് വന്ന് അടങ്ങും? എനിക്കത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇത്രയും വലിയ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്, ഞങ്ങളോടുള്ള ഉടമ്പടി കീപ്പ് ചെയ്യേണ്ടതിന് ഞങ്ങളുടെ ഇടയിലേക്ക് ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വരുന്നു. ശലോമോൻ അവനെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവസാന്നിധ്യം അധികമായി അവിടെ വ്യാപരിക്കാനായിട്ട് ഇടയായി. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പുരോഹിതന്മാർക്ക് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു.